ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും. അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ. ഇല്ല 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 അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വന്ന ഡയറക്ടറില് ഇപ്പൊ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളെ സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എന്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാനിസിന്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ബിജോയുടെ മുമ്പത്തെ 2 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം മേക്കറാണ് ബിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. ഇല്ല 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 അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അല്ലാതെ പറഞ്ഞല്ലോ മാസഡെല്ലാം ഒത്തിരിയായിരുന്നു അല്ലടാ. അല്ല, ഇത് അതാണ് പറഞ്ഞത്. സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നും സിനിമ ലൈഫ് ഈ ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീസറിൽ പറഞ്ഞല്ലോ ഇത് പാൻ ഇന്ത്യ പരിപാടിയല്ല, ഒരു സാധാ പരിപാടി. അപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നോ? ഇതൊരു ഇത്ര ലാംഗ്വേജസ് റിലീസ് ചെയ്യണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം. നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താണല്ലോ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ. നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും. അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ. മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിൽ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം. മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ 2 പേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും. ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവൻ്റെ, മുണ്ടെടുക്കുന്നവൻ്റെ സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. പോലെ ആ കണ്ട വേർഷൻ തന്നെ അല്ലെങ്കിൽ ടീച്ചറിൽ കണ്ടത് തന്നെയാണ് സിനിമയിൽ. പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം റെപ്രസെൻറ്റിങ് സാധാരണ മലയാളം. ഇത്രയും